തിരുവനന്തപുരം നെടുമങ്ങാട് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചു. പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത്. പനയമൂട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. അപകടം കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ. അർജുൻ രാജ് ചേരുന്നു. അർജുൻ, ഏറെ ദുഃഖകരമായ വാർത്തയാണ്. വീണ്ടും ഇത്തരത്തിൽ കെടുകാര്യസ്ഥതയുടെ ഇരയായി ഒരു കുട്ടി കൂടി മരിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, ഏറെ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. വീണ്ടും വൈദ്യുതി അപകടം ഉണ്ടായിരിക്കുകയാണ്. തിരുവനന്തപുരം നെടുമങ്ങാടാണ് 19 വയസ്സുള്ള വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നത്. പൊട്ടിവീണ വൈദ്യുതി കമ്പിൽ നിന്നാണ് ഷോക്കേറ്റത്. പനയമൂട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. 19 വയസ്സാണ് പ്രായം. അക്ഷയും കൂട്ടുകാരും കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതിനിടെ ഇന്നലെ രാത്രിയാണ് അപകടം ഉണ്ടായത്. പോലീസ് ഉൾപ്പെടെ പറയുന്നത് റോഡിലേക്ക് വൈദ്യുതി കമ്പി പൊട്ടി വീണിരുന്നു. അതിൽ നിന്നാണ് അക്ഷയ്ക്ക് ഷോക്കേറ്റത്. ആ സമയത്ത് തന്നെ മരണം സംഭവിച്ചു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചുവെന്നാണ് പോലീസും പറയുന്നത്. 3 സുഹൃത്തുക്കൾക്കൊപ്പമാണ് അക്ഷയ് 2 സുഹൃത്തുക്കളൊപ്പമാണ് അക്ഷയ് ബൈക്കിൽ കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയത്. അതിനിടയ്ക്കാണ് അക്ഷയ്ക്ക് അപകടം പറ്റിയത്. മറ്റ് 2 പേർക്കും പരിക്കേറ്റിട്ടില്ല. നിലവിൽ നെടുമങ്ങാട് ആശുപത്രിയിലാണ് അക്ഷയുടെ മൃതദേഹമുള്ളത്. അഖില പറഞ്ഞതുപോലെ തന്നെ ഒരു അനാസ്ഥയുടെ ഇരയായി തന്നെ ഈ മരണത്തെ കാണേണ്ടി വരും. കാരണം ഈ സുരക്ഷാ പരിശോധനയൊക്കെ കൃത്യമായി നടത്തണമെന്ന് ഇടയ്ക്കിടയ്ക്ക് KSEB പറയുന്നതാണ്. പക്ഷേ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. എങ്കിൽ കൂടിയും ഈ വൈദ്യുതി കമ്പി റോഡിലേക്ക് പൊട്ടി വീണു എന്നാണ് പോലീസ് ഉൾപ്പെടെ പറയുന്നത്. ഇത് കാണാതെയാണ് അക്ഷയും കൂട്ടുകാരും ബൈക്കിൽ പോയത്. അതിനിടയ്ക്കാണ് ഈ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് അപകടം ഉണ്ടായിട്ടുള്ളത്. ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. നേരത്തെ മിഥുന്റെ ഒക്കെ മരണം ഉണ്ടായതിന് പിന്നാലെ തന്നെ വീണ്ടും അത്തരത്തിന് സമാനമായിട്ടുള്ള ഒരു മരണം സംഭവിക്കുന്നു എന്നുള്ളത് ഏറെ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. ഈ സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ ഈ വൈദ്യുതി കമ്പികൾ പൊട്ടി വീഴാനുള്ള സാഹചര്യം അപകടമായിട്ടുള്ള രീതിയിൽ അത് ഉള്ളതൊക്കെ കൃത്യമായ പരിശോധന നടത്തണമെന്ന് ഇടയ്ക്കിടയ്ക്ക് വൈദ്യുതി വകുപ്പ് അറിയിക്കുന്നുണ്ട്. പക്ഷേ അത് കാര്യക്ഷമമല്ല. അതിലൊക്കെ ഇപ്പോഴും വീഴ്ചയുണ്ടെന്ന് തെളിയിക്കുകയാണ്. എന്തായാലും നിർഭാഗ്യകരമായിട്ടുള്ള ഈ സംഭവം കൂടി. അക്ഷയ് 19 വയസ്സുള്ള ഒരു ചെറിയ പ്രായമുള്ള കുട്ടിയാണ്. ഈ ഞായറാഴ്ചകളിലൊക്കെ കാറ്ററിംഗിന് പോയി അങ്ങനെ ഒക്കെ ജോലി ചെയ്തൊക്കെ ജീവിക്കുകയാണ്. കോളേജിൽ പഠിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുഹൃത്തുക്കളായി 2 പേരും കൂടെ ഉണ്ടായിരുന്നവർ 3 പേരും കൂടെ ബൈക്കിൽ ഒരുമിച്ച് സഞ്ചരിക്കുകയായിരുന്നു. രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനിടെ ഇത് പനയമൂട്ടം സ്വദേശിയാണ് അക്ഷയ്. പനയമൂട്ടത്തോട് ചേർന്നിട്ടുള്ള സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഈ അപകടം ഉണ്ടായതാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അക്ഷയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നു. നിലവിൽ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് അക്ഷയുടെ മൃതദേഹം. അർജുൻ, ഒപ്പം 3 പേരുണ്ടായിരുന്നു. 3 പേര് ഒരുമിച്ചായിരുന്നു. അക്ഷയടക്കം 3 പേര് ഒരുമിച്ചായിരുന്നു യാത്ര ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ബാക്കി 2 പേരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അവർക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ? അഖില, ഈ 2 സുഹൃത്തുക്കൾക്കും വേറെ പരിക്കുകളോ അപകടമോ ഉണ്ടായിട്ടില്ലെന്നാണ് പോലീസ് ഇപ്പോൾ പറഞ്ഞത്. അപകടം പറ്റിയത് അക്ഷയ്ക്ക് മാത്രമാണ്. അക്ഷയ്ക്ക് വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റു. അങ്ങനെ മരണമുണ്ടായി. മറ്റു 2 പേർക്കും പരിക്കുകളില്ല എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടത്. 3 പേരും ഒരുമിച്ചാണ് ബൈക്കിൽ യാത്ര ചെയ്തിരുന്നത്. 3 പേരും ഒരുമിച്ച് കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നലെ രാത്രിയാണ് അപകടം ഉണ്ടായത്. ഈ അക്ഷയ്ക്ക് മാത്രമാണ് ഷോക്കേറ്റത്. മറ്റു 2 പേർക്കും അങ്ങനെ പരിക്കേറ്റിട്ടില്ല. അപകടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസമാണ്. അതേസമയത്ത് തന്നെ ഒരു ജീവൻ നഷ്ടമായി. അത് ഈ പറയുന്ന അനാസ്ഥ കൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും. വൈദ്യുതി കമ്പി റോഡിലേക്ക് പൊട്ടി വീണിരുന്ന ഒരു മരത്തോടൊപ്പം വീണിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചത്. അത് കൃത്യസമയത്ത് എടുത്തു മാറ്റാത്തതാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്ത് വരേണ്ടതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ എന്തായാലും മരണം ഉണ്ടായിട്ടുള്ളത് വൈദ്യുതി കമ്പി റോഡിലേക്ക് പൊട്ടി വീണ് അതിൽ നിന്നാണ് ഷോക്കേറ്റതെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അക്ഷയ്ക്കാണ് ഇങ്ങനൊരു ദുരന്തം ഉണ്ടായിട്ടുള്ളത്. അക്ഷയുടെ മൃതദേഹം ഇപ്പോൾ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. അർജുൻ, കെ കൃഷ്ണൻകുട്ടി മന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു സംസ്ഥാന വ്യാപകമായി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാത്ത വിധം സജ്ജീകരണങ്ങൾ ചെയ്യണം, കൃത്യമായി പരിശോധന നടത്തണം എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകിയിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അഖില, തീർച്ചയായും അതാണ് ഈ കാര്യത്തിലുള്ള വീഴ്ച. അതുകൊണ്ടാണെന്ന് പറയേണ്ടി വരും. കാരണം മഴക്കാലത്തിന് മുൻപ് ഇങ്ങനത്തെ പരിശോധനകൾ കാര്യക്ഷമമായി നടത്തണം. ഈ ഇത്തരത്തിൽ റോഡിലേക്ക് ഇങ്ങനെ വീഴാൻ സാധ്യതയുള്ള ചില്ലകൾ വെട്ടിമാറ്റാനുള്ള നിർദ്ദേശം നൽകാറുണ്ട്. അപകട സാധ്യതയുള്ള റോഡിലേക്ക് വീഴാനുള്ള സാധ്യതയുള്ള പോസ്റ്റുകൾ മാറ്റാൻ നിർദ്ദേശം നൽകാറുണ്ട്. അങ്ങനെ ഈ പരിശോധന സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പറയാറുണ്ട്. പക്ഷേ അത് ഏതൊക്കെ രീതിയിൽ നടപ്പാക്കുന്നുണ്ട് എന്ന്
നമ്മളെ ബോധ്യപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഈ മരണങ്ങളായി സംഭവിക്കുന്നതെന്ന് പറയേണ്ടി വരും. നേരത്തെ മിഥുന്റെ മരണത്തിലും അതുപോലത്തെ ഒരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതും ശക്തമായിട്ടുള്ള മഴ പെയ്ത് മരം മുറിഞ്ഞായിരിക്കും ഒരുപക്ഷെ ഈ കമ്പി റോഡിലേക്ക് പൊട്ടിവിടുന്നത്. പക്ഷെ അത് അപകട സാധ്യതയായി മുൻകൂട്ടി കണ്ട് അത് പരിഹരിക്കാത്തതാണ് ഇതിലെ പ്രശ്നം എന്നുള്ളത് ഈ KCB ഉദ്യോഗസ്ഥരാണെങ്കിലും വൈദ്യുതി വകുപ്പൊക്കെ തിരിച്ചറിയേണ്ടതാണ്. ഇന്നലെയും കെ കൃഷ്ണൻകുട്ടി ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവന ഇറക്കിയിരുന്നു. കർശനമായിട്ടുള്ള നിർദ്ദേശം വൈദ്യുതി വകുപ്പ് KCB ഉദ്യോഗസ്ഥർക്കൊക്കെ നൽകിയതാണ്. അതായത് സുരക്ഷാ പരിശോധന പൂർത്തിയായിട്ടില്ല ഇപ്പോഴും. അതായത് അത് കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നടത്തേണ്ടതാണ്. പക്ഷേ അത് കൃത്യമായി നടത്തുന്നില്ല. അത് സംബന്ധിച്ച് അങ്ങനെ പരിശോധന നടക്കാത്തത് കൊണ്ട് ചില അപകടങ്ങൾ ഉണ്ടായതായി വൈദ്യുതി വകുപ്പ് അംഗീകരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അത് കൃത്യമായി നടത്തി അടിയന്തരമായി അത് സുരക്ഷാ പരിശോധന പൂർത്തിയാക്കണമെന്ന് ഇന്നലെയാണ് വൈദ്യുതി വകുപ്പ് വീണ്ടും കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയത്. അതിനുശേഷവും ഇതിന് സമാനമായിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കുകയാണ്. അത് ചെറിയ കുട്ടികളുടെയൊക്കെ മരണത്തിലേക്ക് പോകുന്ന തരത്തിലേക്ക് അത്രയും ഗുരുതരമായും ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കുറച്ചു കാണാനോ ഒന്നും കഴിയില്ല. അപകടകരമായിട്ടുള്ള വൈദ്യുതി കമ്പികൾ പോസ്റ്റുകളൊക്കെ മഴക്കാലത്തിന് മുൻപ് മാറ്റുക, അതിന് ചേർന്ന് നിൽക്കുന്ന മരച്ചിലകൾ വെട്ടുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായി അല്ലെങ്കിൽ പ്രാഥമികമായും ഒക്കെ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടതാണ്. പക്ഷേ അതിലൊക്കെ ചില വീഴ്ചകൾ സംഭവിക്കുന്നു എന്നുള്ളത് വകുപ്പ് ഉദ്യോഗസ്ഥർ KCB സർക്കാരൊക്കെ ഇനിയും ഗൗരവമായി കണ്ടിട്ടില്ലെങ്കിൽ ഇത്തരത്തിൽ മരണങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരു 2 ദിവസത്തിന് മുൻപാണ് ഇത് സമാനമായിട്ടുള്ള ഒരു അനാസ്ഥ കൊണ്ട് ഒരു കുഞ്ഞിന്റെ മരണം നമ്മൾ കാണേണ്ടി വന്നത്. അതിന് പിന്നാലെ ഒരു 19കാരൻ ഇപ്പോൾ ഇതിന് സമാനമായ ഒരു മരണം ഉണ്ടായിരിക്കുന്നു. 19 വയസ്സുള്ള അക്ഷയ് പനയമുട്ടം സ്വദേശിയാണ്. കാറ്ററിംഗ് എന്ന് പറയുമ്പോൾ ഞായറാഴ്ചകളൊക്കെ ഈ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ അവധിക്ക് പോയി പൈസ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഒരുപക്ഷെ ജീവിക്കുന്ന സാഹചര്യമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾ അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴൊക്കെയുള്ള ഈ സുരക്ഷിതമില്ലായ്മയൊക്കെ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമായി തന്നെ കാണേണ്ടി വരും. അത് വകുപ്പിന്റെ വീഴ്ചയായും ഒക്കെ വിലയിരുത്തേണ്ടി വരും. പക്ഷേ ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, പോലീസിൽ നിന്ന് ഉൾപ്പെടെ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ വൈദ്യുതി കമ്പി വീണ് കിടന്നിരുന്നത് റോട്ടിലാണ്. ഒരു മരത്തിന്റെ ചില്ലയോ മരമോ വീണ് ഈ വൈദ്യുതി കമ്പി റോട്ടിലേക്ക് വീണിരുന്നു. അതിൽ തട്ടിയാണ് അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുള്ളത് പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ പരിശോധനകളും വൈദ്യുതി വകുപ്പിന്റെയും ഒക്കെ വിശദീകരണം ഇത് സംബന്ധിച്ച് വരേണ്ടതുണ്ട്. പക്ഷേ വീണ്ടും ആവർത്തിക്കുന്ന അപകടങ്ങളായി ഇത്തരത്തിലുള്ള അനാസ്ഥ കൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത് സങ്കടകരമായി തന്നെ പറയേണ്ടി വരും. ശരിയാണ് അർജുൻ. തിരുവനന്തപുരം നെടുമങ്ങാട് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചിരിക്കുന്നു. പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത്. പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത്. അപകടം കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഉണ്ടായിട്ടുള്ളത്. അർജുൻ രാജാണ് വിവരങ്ങൾ നൽകിയത്.